PSC നടത്തിയ ആസൂത്രണ ബോർഡിലെ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. അപേക്ഷ നൽകിയവർക്ക് 7 ദിവസത്തിനകം എല്ലാ രേഖകളും കൈമാറണമെന്നാണ് ഉത്തരവ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരീക്ഷാ കൺട്രോളർ നടത്തിയിരുന്ന അന്വേഷണം ഇന്നത്തെ PSC യോഗം മരവിപ്പിച്ചു. ആഭ്യന്തര വിജിലൻസിന്റെ SP-ക്കാണ് SP അന്വേഷിക്കാനാണ് PSC യോഗം തീരുമാനിച്ചത്. യോഗത്തിൽ ചെയർമാനെതിരെ രൂക്ഷ വിമർശനങ്ങളുണ്ടായി. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് നിർണായക ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ആദ്യ പരീക്ഷയിലെ 10 ചോദ്യങ്ങളിൽ മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. പരീക്ഷാ രേഖകളെല്ലാം പുറത്തുവിടാനാണ് നിർദ്ദേശം. ഉത്തരക്കടലാസും അഭിമുഖ്യത്തിന് നൽകിയ മാർക്കിന്റെ വിവരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നൽകണം. പരീക്ഷ എഴുതിയ എല്ലാവരുടെയും മാർക്കും പട്ടികയും പരീക്ഷാ പേപ്പറിന്റെ പകർപ്പും നൽകണം. PSCയുടെ എതിർപ്പ് മറികടന്നാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. അതേസമയം തെറ്റുകൾ സംബന്ധിച്ച് PSC വാർത്താക്കുറിപ്പ് ഇറക്കി. ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയുമായി ബന്ധപ്പെട്ട 1ാം പേപ്പറിന്റെ മൂല്യനിർണ്ണയത്തിൽ വീഴ്ച സംഭവിച്ചെന്നാണ് PSC സമ്മതിച്ചത്. ആഭ്യന്തര വിജിലൻസിന്റെ SP ഇക്കാര്യം അന്വേഷിക്കാനും തീരുമാനിച്ചു. രാവിലെ ചേർന്ന PSC യോഗത്തിൽ ചെയർമാനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. കമ്മീഷനെ ചെയർമാൻ കബളിപ്പിച്ചു. ചെയർമാന്റെ നടപടി PSC സംശയനിഴലിൽ നിർത്തി. പരീക്ഷാ കൺട്രോളറെ ക്രമക്കേട് അന്വേഷിക്കാൻ ഏൽപ്പിച്ച നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. ഒടുവിൽ കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് PSC ചെയർമാൻ എത്തിച്ചേർന്നത്. സംസ്ഥാന സർക്കാരും വിഷയത്തെ ഗൗരവത്തിലാണ് കാണുന്നത്. മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. മീഡിയ 1 തിരുവനന്തപുരം.